ഹലോ, നമ്മളെല്ലാവരും കൂടി ഇന്ന് വന്നിട്ടുള്ളത് ഇരട്ടി പുഷ്പോത്സവത്തിനാണ്. ഇന്ന് പുഷ്പോത്സവത്തിൻ്റെ ഫൈനൽ ഡേ ആണെന്ന് നാം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര തിരക്കേനും ഒരു നീണ്ട ക്യൂ തന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടേനും. നമ്മൾ പോയപാടെ സജന ക്യൂവിൽ നിർത്തിയോണ്ട് തന്നെ നമുക്ക് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടില്ല. എല്ലാവരും എത്തുമ്പോഴേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടേനും. എല്ലാ മാസവും ഡിസംബർ മാസം ആകുമ്പം ഈ ഒരു പുഷ്പോത്സവം വരുന്നതാണ്. പിന്നെ നമ്മളെ നാട്ടിൽ കൊല്ലത്തിൽ ഒരിക്കലും ഒരു പുഷ്പോത്സവം വന്നിട്ട് കാണാൻ പോയിട്ടില്ല. എങ്ങനെയാണ് നമ്മളെന്ത് നാട്ടുകാരാന്നല്ലേ പറയാം. അങ്ങനെ നമ്മൾ അവിടെ എത്തി. കുറേ ഒന്നും നടക്കാനില്ല, കുറച്ചേ കാണാനുണ്ടായിട്ടുള്ളൂ. പിന്നെ ഇതാ ഇങ്ങനത്തെ കുറച്ച് സ്റ്റാൾസ് ആയിരുന്നു. പിന്നെ അവിടെ നിന്നൊന്നും ഒന്നും വാങ്ങാനില്ലേലും ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ അവർ പറയുന്നതും കേട്ട് ഇങ്ങനെ നിൽക്കും. അവിടെ ആണെങ്കിൽ കുറച്ച് തെങ്ങ്, അതായത് കവുങ്ങ് അങ്ങനത്തെയൊക്കെ. ഇവിടെയെങ്കിൽ ബുക്ക് സ്റ്റാളിൽ കയറിയപ്പോൾ മലാലയുടെ ഇങ്ങനെ കണ്ടുതരും. അങ്ങനെ എടുത്ത് നോക്കിയതാണ്. പിന്നെ കുറച്ച് ഹോം ഡെക്കോർ പോലത്തെ ഈ ചെടികളെല്ലാം ഇട്ട് വെക്കുന്ന അങ്ങനത്തെ ഉണ്ടേനും. പിന്നെ ഇതാ ഈ ഒരു പനക്കൽക്കണ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇത് പിന്നെ ഞാൻ വെച്ചു വെറുതെ ആടെ ഒരു ക്യാമ കണ്ടുതരും അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. ഇവിടെ പിന്നെ കുറേ പാത്രങ്ങളും അങ്ങനത്തെ സാധനങ്ങൾ, ഗ്ലാസ്, പൊതുവേ നമ്മൾ സാധാ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും റേറ്റ് കൂടുതലുള്ള പോലെ തോന്നി ഈ സിംഗിളായിട്ട് വാങ്ങും. പിന്നെ നമ്മൾ മെയിൻ വന്ന കാര്യം ചെയ്യണമല്ലോ, നമ്മൾ ഈ റൈഡിൽ കയറാനാണ് മെയിനായിട്ട് വരുന്നത്. നല്ല രസമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ റൈഡിൽ കയറാനായിട്ട്. ആ തോണിക്ക് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. ഏറ്റവും രസം ഈ ഒരു തോണി തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു കാറിലേക്ക് കയറി നോക്കി. ആകാശത്തൊട്ടിൽ കയറിയിരുന്നു, പക്ഷേ അത് ഭയങ്കര ശോകമുഖം. എന്താണെന്ന് വെച്ചാൽ സ്പീഡും ഇല്ല, ഒന്നാമത് തലയും കറങ്ങുന്നത് ഭയങ്കര ബോറായിരുന്നു ആകാശത്തൊട്ടിൽ. ഈ ഒരു കാറിൽ നല്ല രസമുണ്ടായിരുന്നു, പക്ഷേ നമ്മളെ ബംഗാളി സ്പീഡ് കൂട്ടാൻ പറഞ്ഞിട്ട് അധികം കൂട്ടുന്നേ ഇല്ല, വേഗം കഴിഞ്ഞ പോലെ തോന്നി. പിന്നെ ഇതിനൊക്കെ 80 രൂപയാണ് വരുന്നത്. എന്നാലും അതിനൊക്കെ വർത്താന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് സമയം പാട്ടെല്ലാം കേട്ട് പിന്നെ ഇതാ ഈ ഒരു ക്രൗണിൽ ലൈറ്റ് ഇങ്ങനെ കത്തുന്നാണ്ടേരം വെറുതെ ഒരു ഷോ ഇറക്കുന്ന അത്ര തന്നെ. പിന്നെ നമ്മൾ അവിടെ നല്ല ഇറങ്ങിയാൽ ഇതാ ഒരു ബംഗാളി റോഡും വന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് നമ്മളെപ്പോലെ തന്നെ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.